അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ പരിശ്രമിക്കാനും അതിലൂടെ ഇരുലോകത്ത് വിജയിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്മരണ വിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദുനിയാവിൽ തന്നെ നമുക്ക് ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ വൻക. ആരെങ്കിലും എൻ്റെ സ്മരണ വിട്ട് ജീവിക്കുകയാണെങ്കിൽ അവന് നാം ദുനിയാവിൽ തന്നെ ജീവിതം ഇടുക്കിക്കളയും എന്നാണ് അള്ളാഹു പറയുന്നത്. വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമ. നാളെ ആഖിറത്തിൽ അവനെ നാം അന്ധനായിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ അള്ളാഹുവിനോട് അവൻ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുന്തു ബസീറ. ഞാൻ ദുനിയാവിൽ കണ്ണു കാണുന്ന ആളായിരുന്നല്ലോ, പിന്നെന്തുകൊണ്ടാണ് ഞാൻ അന്ധനായി പോയത്? അള്ളാഹു പറയും, ഖാല കദാലിക അതത്ക ആയാതുന ഫനസീതഹ വകദാലിക യൗമ തുൻസ. നിന്റെ മുന്നിൽ എൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു, ആ സമയത്ത് നീ അത് മറന്നു കളഞ്ഞു, അതുകൊണ്ട് ഇന്ന് നിന്നെയും മറക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ദുനിയാവിൽ അതിർലംഘനം നടത്തിയവർക്ക്, നന്ദികേട് കാണിച്ചവർക്ക്, ദുനിയാവിൽ ദുർവ്യയം ചെയ്തവർക്ക് ഒക്കെ ഉണ്ടാകുന്ന പരീക്ഷണമാണ് ദുനിയാവിലെ ഞെരുക്കം, പിന്നെ ആഖിറത്തിലെ ശിക്ഷ. വകദാലിക നജ്സി മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബി. അല്ലാഹുവിൽ വിശ്വസിക്കാതെ ദുനിയാവിൽ ദുർവ്യയം ചെയ്യുകയും വഴികേടുകൾ പ്രവർത്തിക്കുകയും അങ്ങനെ അതിരുവിട്ട് ജീവിക്കുകയും ചെയ്തവർക്കുള്ള ശിക്ഷയാണിത്. പിന്നെ ആഖിറത്തിലും വളരെ കഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ദുനിയാവിലെ ഞെരുക്കങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഞെരുക്കമാണ് മനുഷ്യന് കടം വരിക എന്നുള്ളത്. ഇന്ന് അധികം ആളുകളും കടത്തിലാണ്. ഇന്ന് സമ്പന്നരോട് ചോദിച്ചാൽ അവരും കടത്തിലാണ്, പാവങ്ങളോട് ചോദിച്ചാൽ അവരും കടത്തിലാണ്. ദുനിയാവിലെ വലിയൊരു പരീക്ഷണമാണിത്. കടം വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ വലിയൊരു ബലാഅാണ്, വലിയൊരു വിപത്താണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒഴിവാക്കുകയും ജീവിതത്തിൽ അമിതവ്യയവും അതുപോലെ തന്നെ ദുർവൃത്തിയും ഇസ്രാഫുമൊക്കെ അധികരിച്ചപ്പോൾ ഇന്ന് കടം വളരെ വ്യാപിച്ചുപോയി. എല്ലാ മേഖലകളിലും എല്ലാവരിലും കടം അത് വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ അവസ്ഥകളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ ദുഃഖിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നതായി പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ നമസ്കാരത്തിന്റെ സമയമല്ലാത്ത ഈ നേരത്ത് ഒറ്റക്ക് ദുഃഖിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, കടം കൊണ്ട് ഞാൻ വീർപ്പുമുട്ടിയിരിക്കുകയാണ്, ആ പ്രയാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം കടം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ മാനസികമായി തകരും, അയാൾക്ക് മാനസികമായി വലിയ പ്രയാസവും വിഷമവും അയാൾ അനുഭവിക്കും. പിന്നെ വിധങ്ങൾ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനും അയാളുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കാനും ഒക്കെ വീട്ടാൻ വേണ്ടിയുള്ള ദുആ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. വളരെ പ്രസിദ്ധമായ ദുആയാണ്, നമ്മളൊക്കെ പഠിക്കേണ്ടതും നമ്മളൊക്കെ അറിയുന്നതുമാണ്. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് മനസ്സിന്റെ ക്ലേശത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കാവൽ തേടുകയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. വീരത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരി റിജാൽ. കടങ്ങൾ വീർപ്പുമുട്ടുക, അതുപോലെ തന്നെ ആളുകൾ ഉപദ്രവിക്കുക, അത്തരം ദുരവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. ഈ ദുആ നീ പതിവാക്കിയാൽ നിന്റെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയുകയുണ്ടായി. മാസങ്ങൾക്ക് ശേഷം ആ സഹാബി പറയുന്നത് ആ ഹദീസിൽ തന്നെ വരുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയുടെ പേരിൽ എൻ്റെ കടങ്ങളൊക്കെ വീട്ടി തന്നു, എൻ്റെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ഗൗരവങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അപകടം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിൽ വരുന്നുണ്ട്, നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മനുഷ്യരെ ഹാജരാക്കപ്പെടുമ്പോൾ ഇന്ന അഅ്ളമ ദുനൂബി ഇൻദല്ലാഹ്, ഏറ്റവും വലിയ പാപമായി അവിടെ പരിഗണിക്കപ്പെടുന്നത്
ഒരു മനുഷ്യന്റെ വൻപാപങ്ങൾക്ക് ശേഷം, പ്രവാചകൻ നിരോധിച്ച, അള്ളാഹു നിരോധിച്ച വൻപാപങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ പാപമായി അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതായി യമൂത്ത് റജുലുൻ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ മേൽ ഒരുപാട് കടങ്ങൾ അവശേഷിക്കലാണ്. അത് വീട്ടാനുള്ള ഒരു ഏർപ്പാടും അവൻ ചെയ്തിട്ടില്ല, അത് എഴുതി വെച്ചിട്ടില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചു പോകലാണ് യഥാർത്ഥത്തിൽ നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ വിപത്തായി അവനെതിരായിട്ട് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഓരോ സത്യവിശ്വാസിയുടെയും വിജയത്തിന്റെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, അവന്റെ കടമാണ്. മുഅ്മിൻ ഒരുപാട് അമലുകൾ ചെയ്യും, സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്, സ്വർഗത്തിൽ പോകാനുള്ള എല്ലാ അമലുകളും അവന്റെ കയ്യിലുണ്ടാവും. പക്ഷെ ഒരൊറ്റ പ്രശ്നത്തിന്റെ പേരിൽ അവന്റെ റൂഹിനെ തടയപ്പെടും സ്വർഗത്തിൽ പോകാതിരിക്കാൻ. അത് കാരണം പ്രവാചകൻ പറഞ്ഞത് അവന്റെ കടമാണ് എന്നാണ്. കടം എഴുതി വെച്ചില്ല, അത് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തില്ല. അങ്ങനെ അവൻ മരിച്ചു പോവുകയാണെങ്കിൽ അവന്റെ റൂഹിനെ അള്ളാഹു തടഞ്ഞു നിർത്തും. അവന്റെ സ്വർഗപ്രവേശനത്തിന് അത് വലിയ തടസ്സമായി മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രക്തം ചിന്തി മരണപ്പെട്ട ആളുകൾക്കാണ് ഷഹീദ് എന്ന് പറയുക. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം സമർപ്പിച്ച ആളുകളാണ്. അങ്ങനെ സ്വന്തം ജീവൻ പോലും ആ വഴിയിൽ സമർപ്പിച്ചു. എല്ലാവരെയും ഒഴിവാക്കി, ഭാര്യ, മക്കളെ, കുടുംബങ്ങളെ, ജീവൻ തന്നെ സമർപ്പിച്ചു. അങ്ങനെയുള്ള മനുഷ്യന്റെ ഓരോ തുള്ളി രക്തം വീഴുമ്പോഴും അവന്റെ ദർജകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉയരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്, ഷഹീദിന് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, ഇല്ലദ്ദൈൻ, കടമൊഴികെ. കടം അവന്റെ കിതാബിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊരിക്കലും പൊറുക്കപ്പെടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കടുപ്പത്തിൽ പറയുകയുണ്ടായി. ഒരു ദിവസം പ്രവാചകൻ ഒരു ജനാസയുമായി പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ഒന്നിച്ചു നിൽക്കുമ്പോൾ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി ഇപ്രകാരം പറയുണ്ടായി, മാദാ നസല മിന തശ്ദീദ്, എത്ര കഠിനമായ കൽപ്പനയാണ്, നിർദ്ദേശമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പ്രവാചകൻ 2 പ്രാവശ്യം പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. സഹാബാക്കളൊന്നും ചോദിച്ചില്ല, കാരണം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഖബറടക്കി പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകനോട് ചോദിച്ചു, എന്താണ് ഇന്നലെ രാത്രി ഇറങ്ങിയ കഠിനമായ കൽപ്പന? ഇന്നലെ നമ്മൾ പള്ളിയിൽ നിൽക്കുമ്പോൾ വന്ന കൽപ്പന എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിദ്ദൈൻ, കടത്തിന്റെ വിഷയത്തിലാണ്. കടം വാങ്ങിച്ചു കൂട്ടുക അത് വലിയൊരു വിപത്താണ്, അത് വലിയൊരു ബലാമുസീബത്താണ്. ആ വിഷയത്തിൽ അള്ളാഹു ഇറക്കിയ തീരുമാനങ്ങളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും വളരെ കഠിനമായതാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവനിൽ തന്നെ സത്യം. അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തു, സുമ്മ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു. പിന്നെയും അയാൾക്കൊരു ജീവിതം നൽകി. അങ്ങനെ ആ ജീവിതവും അയാൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെയും അയാൾക്കൊരു ജീവിതം നൽകി. എന്നാൽ പോലും അയാൾ 3 പ്രാവശ്യം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊല്ലപ്പെട്ടാൽ പോലും നാളെ ആഖിറത്തിൽ അയാളുടെ അക്കൗണ്ടിൽ കടം ശേഷിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കടം കൊടുക്കാൻ ബാക്കിയായിട്ടാണ് അയാളെ മരിച്ചതെങ്കിൽ, അയാൾ മാ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. വളരെ കഠിനമായിട്ടാണ് പ്രവാചകൻ ആ ഒരു കാര്യം നിർദ്ദേശിച്ചത്. നബി തങ്ങൾ അടുക്കൽ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ജനാസ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നബി തങ്ങൾ ചോദിച്ചു, ഹൽ അലൈ ദൈനുൻ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും കടമുണ്ടോ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ലാ, ഒരു കടവും ഇദ്ദേഹത്തിനില്ല. ഫസല്ല അലൈഹി, അപ്പോൾ പ്രവാചകൻ ആ മനുഷ്യന്റെ മയ്യത്ത് നമസ്കരിച്ചു. പിന്നെ ഒരു ജനാസ, വേറൊരു ജനാസ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഹൽ അലൈ ദൈനുൻ, ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു, ഉണ്ട്, കുറച്ച് കടമുണ്ട്. അപ്പൊ നബി തങ്ങൾ ഉടനെ പറഞ്ഞു, സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ തന്നെ നമസ്കരിച്ചോളി, ഞാൻ നമസ്കരിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല, കാരണം ഇയാൾക്ക് പൊറുക്കപ്പെടൂല, ഇയാൾക്ക് കടമുള്ളത് കൊണ്ട് ഈ നമസ്കാരം കൊണ്ട് ഗുണമില്ല, നിങ്ങൾ തന്നെ നമസ്കരിച്ചോളി. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലയ്യ ദൈനുഹു, അദ്ദേഹത്തിന്റെ കട ഞാൻ ഏറ്റെടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് നമസ്കരിച്ചു. ആ ജനാസ ഖബറടക്കി. 2 ദിവസത്തിന് ശേഷം ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ആ കടം നീ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, അത് വീട്ടാം. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അത് പെട്ടെന്ന് വീട്ടണം. അപ്പം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അവർ പോയി അത് വീട്ടി വന്നു. പ്രവാചകൻ പറഞ്ഞു, അൽആന ബറത്ത അലാ ഖബരി, ഇപ്പോഴാണ് നീ അദ്ദേഹത്തിന്റെ ഖബർ തണുപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഖബർ നരകത്തിന്റെ കുണ്ടായിരുന്നു. നീ ഒരു ബാധ്യത ഒഴിവാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഖബർ തണുത്തത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പ്രവാചകന്റെ ജീവിതത്തിൽ കടം വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകും. മനുഷ്യന്റെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾ ഉണ്ടാകും, പല ഘട്ടങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മുടെ കൂട്ടുകാരോട്, കുടുംബക്കാരോട്, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട് കടം വാങ്ങിക്കേണ്ടവരും കൊടുക്കേണ്ടവരും. അത് പ്രവാചകന്റെ ശരിയിൽ ഒരുപാട് മാതൃകകളുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിൽ അധികം ആൾക്കാരും ചെയ്യുന്നത് ആവശ്യമില്ലാതെ കടം വാങ്ങിക്കുക, ആർഭാടത്തിനു വേണ്ടി കടം വാങ്ങിക്കുക, ദുർവ്വയത്തിനു വേണ്ടി, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കടം വാങ്ങിക്കുക, പിന്നെ അത് വീട്ടാൻ കഴിയാതെ വിഷമിക്കുക, പിന്നെ ആ വാങ്ങിച്ച ആളുകളെ കാണാതിരിക്കാൻ വേണ്ടി മുങ്ങി നടക്കുക, അത് കൊടുത്തു വിട്ടാനുള്ള ശ്രമമില്ലാതിരിക്കുക. ഇതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കഠിനമായ തെറ്റാണ്. അള്ളാഹു നമ്മുടെ ഒരു അമലും സ്വീകരിക്കാതിരിക്കാൻ തന്നെ അത് കാരണമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സെയ്ദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു ജൂത പണ്ഡിതനായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ ഒരു കാരണം കടമിടപാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് സെയ്ദ് ഇബ്നു സഅന പറയാണ്, ഞാൻ സത്യത്തിൽ വന്നത് തങ്ങളുമായി ഇടപാട് നടത്തി തങ്ങളുടെ വിട്ടുവീഴ്ചയും സഹനതയും ഒക്കെ പഠിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു കടമിടപാടിൽ തങ്ങൾ കാണിച്ച ഈ വിട്ടുവീഴ്ചയും സഹനതയിലും ഞാൻ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം പരിശുദ്ധമായ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപാടുകളിലൂടെ ആളുകള് കലിമ പറയുമായിരുന്നു. കടമിടപാട് നടത്തിയ ആ കടമിടപാടിൽ കാണിച്ച സൂക്ഷ്മതയുടെ പേരിലാണ് ഒരു ജൂത പണ്ഡിതൻ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്നത്. ഇന്ന് ആളുകൾ പറയുന്നത് എല്ലാവരും ഇടപാട് നടത്താം, പക്ഷെ മുസ്ലിമുകളായിട്ട് ഇടപാട് നടത്താൻ പറ്റൂല. മുസ്ലിമുകൾ തന്നെ പറയും, കാരണം അത് കൊടുത്താൽ പിന്നെ കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ പോലും നമ്മൾ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒന്നും ഈ വിഷയത്തിൽ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കാത്തവരായി. ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അത് കടത്തിന്റെ വിഷയത്തിലാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ അള്ളാഹു പ്രധാനമായി 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ, നിങ്ങൾ ആരെങ്കിലുമായിട്ട് കടമിടപാട് നടത്തുകയാണെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കണം. ആരോടെങ്കിലും നമ്മൾ കടം ചോദിച്ചു അയാൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും നമ്മൾ വിശ്വാസമില്ലേ എന്ന്. പക്ഷെ അള്ളാഹുവിന്റെ ദീനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് സുന്നത്തായ ഒരു അമലാണ്, നിർബന്ധമില്ല. പക്ഷെ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ നേട്ടമുണ്ട്, ഐശ്വര്യമുണ്ട്, നാളെ ആഖിറത്തിലെ വലിയ വിജയത്തിന് അത് കാരണമാണ്. പിന്നെ രണ്ടാമത് അള്ളാഹു പറഞ്ഞു, വസ്തശ്ഹിദൂ ഷഹീദൈനി മിൻ റിജാലിക്കും, 2 ആളെങ്കിലും അതിന് സാക്ഷിയായിട്ടുണ്ടാകണം. മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലികും അഖ്സതു ഇൻദല്ലാഹ് വഅഖ്വമു ലിശ്ശഹാദ, അത് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ നീതിപൂർവമായ ഇടപാടാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല. ഇടപാടുകളിൽ നിങ്ങൾ എഴുതി വെച്ചു, അതിന് 2 സാക്ഷികളുണ്ട്, പിന്നെ സംശയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മനുഷ്യനാണ്, മറവി സംഭവിക്കും. കുറച്ച് കഴിയുമ്പം കൊടുത്തത് ഇത്രയല്ല, വാങ്ങിച്ചത് ഇത്രയല്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടാവും, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും, അകൽച്ചകൾ ഉണ്ടാകും. അതുകൊണ്ട് ബന്ധം നിലനിൽക്കാൻ, ഇടപാടുകൾ ഇനിയും തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറയുകയാണ്. ഇത്രയും വിശദീകരിച്ച അമലുകളെ കുറിച്ച്, സാധാരണ ഇബാദത്തുകളെ കുറിച്ച് പോലും അല്ലാഹു പറഞ്ഞിട്ടില്ല. നമസ്കാരത്തെ കുറിച്ച് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. നമസ്കരിക്കണം എന്ന് പറഞ്ഞു വിട്ടു എന്നല്ലാതെ ആ നമസ്കാരത്തിന്റെ പൂർണ്ണ രൂപം പഠിപ്പിക്കുന്നത് പ്രവാചകൻ ഹദീസിലാണ്. പക്ഷെ ഇടപാടുകൾ അങ്ങനെയല്ല. അല്ലാഹു അതിന്റെ പൂർണ്ണ രൂപം അല്ലാഹു ഖുർആനിലൂടെ വിവരിക്കുകയാണ്. കാരണം നമ്മൾ ഇബാദത്തൊക്കെ ചെയ്ത് പക്ഷെ ഇടപാടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ പിടിക്കപ്പെടും. അതിന്റെ പേരിലാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്, വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക, അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾക്ക് അല്ലാഹു വിവരിച്ചു തരികയാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സുദീർഘമായ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ജനങ്ങളിൽ നിന്നും കടം വാങ്ങിച്ചു, മൻ അഖദന്നാസ് യുരീദു
അത് കൊടുത്തു വിട്ടണം എന്നുള്ള നിയ്യത്ത് അവന്റെ മനസ്സിലുണ്ട്. അതിന്റെ ശ്രമം അവൻ നടത്തുന്നുണ്ടെങ്കിൽ അദ്ദാഹുല്ലാഹു അൻഹു, അത് ഉറപ്പായും അള്ളാഹു വീട്ടാനുള്ള ഏർപ്പാടുകൾ അവന് ചെയ്തു കൊടുക്കും. അവന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു നിയ്യത്തുണ്ട്, അതിന്റെ ശ്രമം അവൻ നടത്തുന്നുണ്ടെങ്കിൽ അള്ളാഹു ഉറപ്പായും അത് വീട്ടിക്കൊടുക്കും. അള്ളാഹു വീട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ വഴികൾ അള്ളാഹു ഒരുക്കി കൊടുക്കുമെന്നാണ്. മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ പറയുണ്ടായി, ആരെങ്കിലും ജനങ്ങൾക്ക് കടം വാങ്ങിക്കുകയാണ്, എന്നാൽ ആ കടം കൊടുക്കണ്ട, മൂപ്പർക്ക് അതിന്റെ ആവശ്യമില്ല, മൂപ്പർക്ക് ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകൾ വാങ്ങിക്കും, പക്ഷെ കൊടുക്കൂല. എത്രയോ ആൾക്കാർ പറയാറുണ്ട്, പൈസ വാങ്ങിക്കും പിന്നെ കിട്ടൂല, അതുകൊണ്ട് ഇപ്പൊ കൊടുക്കാറില്ല. എന്താ അങ്ങനെ കളവ് പറയാൻ പറ്റുമോ, ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ട് ആളുകൾ. കാരണം കൊടുത്താൽ കിട്ടൂല ഉറപ്പാണ്. കാരണം ഇത് വാങ്ങിക്കുന്ന ആൾ കൊടുക്കാനുള്ള നിയ്യത്തിലല്ല വാങ്ങിക്കുന്നത്, അപ്പൊ പിന്നെ കൊടുത്തു തീർക്കാൻ കഴിയൂല. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് മാറി നടക്കുക, അങ്ങനെ അതൊരു ഭാരമായി അവശേഷിക്കുകയാണ്. ഇയാൾക്ക് പ്രയാസമില്ല, ഈ കൊടുത്താക്കാണ് പ്രയാസം. ഇയാള് നല്ല പുതിയ വാഹനം വാങ്ങിക്കുന്നുണ്ട്, കടമുണ്ടെങ്കിലും അയാള് വീട് നന്നാക്കുന്നുണ്ട്, അത് വീട്ടാനുള്ള ഒരു ശ്രമം അയാൾ നടത്തുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്ലഫഹുല്ലാഹ്, അല്ലാഹ് അത് പാഴാക്കി കളയും. ആ സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരം അയാൾക്ക് ഉണ്ടാവില്ല, ആ സമ്പത്ത് കൊണ്ട് ഒരു ഗുണവും അയാൾക്ക് ഉണ്ടാവുകയില്ല. ആ സമ്പത്ത് അങ്ങനെ തന്നെ പാഴായി പോകും. കാരണം അയാളുടെ ലക്ഷ്യം തന്നെ മോശമാണ്. അയാൾ വെറുതെ വാങ്ങിക്കുക, ആഘോഷിക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന് ഒരു അർജന്റ് പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അയാൾ വാങ്ങിക്കുകയല്ല, അല്ലെങ്കിൽ അത് കൊടുത്തു വിട്ടണം എന്നുള്ള നിയ്യത്തിൽ വാങ്ങിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് കൊടുത്തു വിട്ടാനും സാധ്യമല്ല. ആ സമ്പത്ത് കൊണ്ട് അയാൾക്ക് ഒരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് ഇബ്നു അബി റബിയ റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, എന്റെ അടുത്ത് നിന്നും പ്രവാചകൻ 40 ദീനാർ കടം വാങ്ങിക്കുകയുണ്ടായി. 40,000 ദീനാർ കടം വാങ്ങിച്ചു. അങ്ങനെ 40,000 ദീനാർ പ്രവാചകൻ കടം വാങ്ങിച്ചു. പിന്നെ അത് കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ ആ സഹാബിയോട് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ മാലിക വഅഹ്ലിക, അല്ലാഹു നിനക്ക് നിന്റെ കുടുംബത്തിലും നിന്റെ സമ്പത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. എന്നിട്ട് പ്രവാചകൻ പറയുകയുണ്ടായി, ഇന്നമാ ജസാഉ സലഫി അൽഹംദു വൽ അദാ, കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യുപകാരം അത് പറഞ്ഞ സമയത്ത് കൃത്യമായി കൊടുക്കലും പിന്നെ തന്ന ആളെ നമ്മൾ പുകഴ്ത്തലുമാണ്. അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം, നിങ്ങളുടെ ഉപകാരം വലിയ ഉപകാരമാണ്, നിങ്ങൾ ചെയ്ത വലിയ നന്മയാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യലും അത് കൃത്യസമയത്ത് കൊടുത്തുവിട്ടലുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രവാചകൻ കടം വാങ്ങിക്കുകയാണ് ഈ സഹാബിയിൽ നിന്ന്, എന്നിട്ട് കൃത്യമായി കൊടുത്തുവിട്ടുകയാണ്. അങ്ങനെ പ്രവാചകൻ അതിന് പ്രത്യുപകാരമായി പിന്നെ ദുആയും ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എനിക്ക് ഉഹുദ് മലക്ക് സമാനമായി സ്വർണം കിട്ടിയാലും എന്റെ അടുക്കൽ അത് ശേഖരിച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 ദിവസത്തിൽ കൂടുതൽ അത് വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് മുഴുവനും ധർമ്മം ചെയ്ത് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കടമൊഴികെ കടത്തിന്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടണം, എന്നാലേ ബാക്കി ദാനധർമ്മങ്ങൾക്ക് പോലും പ്രസക്തിയുള്ളൂ. ഇന്ന് ആളുകൾ എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ കടത്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കൂല, അത് അവഗണിക്കുകയാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കടുപ്പമുള്ള കാര്യമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതിയിൽ അതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ അള്ളാഹുവിനോട് കടം വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇനി വന്നു കഴിഞ്ഞാൽ അത് വീട്ടാനുള്ള ശ്രമങ്ങൾ നടത്തണം, അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഒരു സഹാബി അലി റളിയല്ലാഹു അൻഹു അവർക്ക് വന്നിട്ട് പറയുണ്ടായി, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് കടം വളരെ കൂടിയിരിക്കുകയാണ്, അതുകൊണ്ട് വലിയ പ്രയാസത്തിലാണ് ഞാൻ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിരുന്നു, ആ ദുആ നീ പതിവാക്കിയാൽ നിന്റെ കടം അല്ലാഹു വീട്ടിത്തരും. അങ്ങനെ ഒരു ദുആ അലി റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു മഗ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹു മഗ്ഫിനി ബിഹലാലിക, ഹലാലായതുകൊണ്ട് നീ എനിക്ക് മതിയാക്കണം, അഥവാ ഹലാല് തന്നിട്ട് എന്നെ നീ എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം. ഞാൻ ബലഹീനനാണ്, ഞാൻ ഹറാമിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, അതെന്റെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. നീ ഹലാല് തന്നിട്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം. അല്ലാഹു മഗ്ഫിനി ബിഹലാലിക അൻ ഹറാമിക, ഹറാമിൽ പോകേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടാക്കരുത്. നീ എന്നെ ധന്യനാക്കണം, നീ അല്ലാത്ത ഒരാളിലേക്ക് എന്റെ കൈകളും ഹൃദയങ്ങളും തിരിയുന്ന ഒരു ദുരവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത്. ഇത് നീ പ്രാർത്ഥിച്ചാൽ വലിയ സീർ പർവ്വതം, അന്നത്തെ യമനിലെ വലിയ പർവ്വതമായിരുന്നു സീർ പർവ്വതം, അതിനേക്കാൾ കൂടുതൽ നിനക്ക് കടമുണ്ടെങ്കിലും അള്ളാഹു നിനക്ക് വീട്ടിത്തരും എന്ന് അലി റളിയല്ലാഹു അൻഹു അവർ ആ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം അത് ചെയ്തു, അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടപ്പെട്ടു. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദുർവ്യയം നമ്മൾ കുറച്ചാൽ
ഒരുവിധം കടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. വെറുതെ സമ്പത്ത് നിങ്ങൾ പാറ്റിപ്പൊടിച്ച് ഇല്ലാണ്ടാക്കരുത്. അത് കയ്യിലുള്ളപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എപ്പോഴും ഉണ്ടാവുമെന്ന്. പക്ഷേ അതെപ്പോഴും ഉണ്ടാവൂല. അത് നീങ്ങിപ്പോകുന്ന നിഴലാണ്. ഏത് സമയത്തും അത് ഇല്ലാണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ദുർവ്യയം ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് നിങ്ങളെ കടത്തിൽ കൊണ്ടുപോയി എത്തിക്കും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദുർവ്യയം ചെയ്യുന്ന ആളുകൾ, അനാവശ്യമായി സമ്പത്ത് പൊടിച്ച് തീർത്തു കളയുന്ന ആൾക്കാർ, പറത്തിപ്പാറ്റി ഇല്ലാണ്ടാക്കി കളയുന്ന ആൾക്കാർ, അവര് ശൈത്താന്റെ കൂട്ടുകാരാണ്. ശൈത്താൻ എപ്പോഴും റബ്ബിനോട്, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചവനാണ്. അതുകൊണ്ട് ആ നന്ദികേടിന്റെ സ്വഭാവമാണ് നിങ്ങളിൽ ഉണ്ടാകുക. അതിലൂടെ നിങ്ങൾക്ക് കഷ്ടതകളും പ്രയാസങ്ങളുമാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഞാൻ 10 കൊല്ലം പ്രവാചകന്റെ ഖിദ്മത്ത് ചെയ്തു. 10 വർഷത്തിൽ പലപ്പോഴും ഞാൻ പ്രവാചകന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ പ്രാർത്ഥന പ്രവാചകന്റെ വായിൽ നിന്നും എപ്പോഴും അധികമായി പ്രവാചകൻ പറഞ്ഞിരുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ എന്ന ദുആയാണ്. പ്രവാചകൻ പോലും തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദുആ ചെയ്ത് ഏറ്റവും അധികമായി ദുആ ചെയ്തതായി ഞാൻ കേട്ടു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മനസ്സിന്റെ ദുഃഖങ്ങൾ, ഉള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖമാണ് ഹുസ്ൻ എന്ന് പറയുന്നത്. ഹമ്മ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് തന്നെ കിട്ടാതിരിക്കുമ്പോഴുള്ള പ്രയാസമാണ്. ഇത് രണ്ടും മനുഷ്യനെ തളർത്തിക്കളയും. ആവശ്യങ്ങളുണ്ട്, പക്ഷെ അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. അത് വലിയൊരു ഹമ്മാണ്. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെ നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നുള്ള കാവലാണ്. അതുപോലെ തന്നെ അശക്തനായി പോവുക, പെട്ടെന്ന് തളർച്ച വ്യാപിച്ചു പോവുക, ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുക, പണിയെടുക്കാൻ പറ്റാതായി പോവുക, മടി പിടിക്കുക, ജോലിക്ക് പോകാൻ തോന്നാതിരിക്കുക. ഇങ്ങനെയുള്ള മോശമായ പിശുക്കിന്റെ, അതുപോലെ തന്നെ ഭീരുത്വത്തിന്റെ എല്ലാ ദുർഗുണങ്ങളും എന്നിൽ നിന്ന് മാറ്റണം. അതോടൊപ്പം തന്നെ കടം കൊണ്ട് ഞാൻ ഗതിമുട്ടി, വീർപ്പുമുട്ടി പ്രയാസപ്പെട്ടു പോകരുത്. ആളുകൾ എന്നെ ഉപദ്രവിക്കുന്ന, ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. കടം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഉറക്കമില്ലായ്മയും പകലിന്റെ നിന്ദ്യതയുമാണ്. പിന്നെ ആളുകൾ മുന്നിൽ ഇറങ്ങാൻ പറ്റൂല. ആളുകൾ പറയും രാത്രി ഉറക്കില്ല, അതുകൊണ്ട് സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കടം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് രാത്രിയുടെ ഉറക്കമില്ലായ്മയാണ്, പകലിന്റെ നിന്ദ്യതയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികമായി ദുആ ചെയ്തു എന്നാണ്. അതാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുർവ്യയത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ജീവിതത്തിൽ മിതത്വം പാലിക്കുകയും ചെയ്താൽ കടം ഒരു പരിധിവരെ അള്ളാഹു അതിൽ നിന്ന് സംരക്ഷണം നൽകും. ഇനി വന്നുപോയത് വീട്ടാനുള്ള ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അള്ളാഹു ഉറപ്പായും വീട്ടിത്തരും. അതിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്, ഒരു മനുഷ്യൻ വീട്ടാനുള്ള അധ്വാനത്തിൽ മരിച്ചുപോയി, അവന്റെ കടം വേറെ ആരും വീട്ടിട്ടില്ലെങ്കിലും നാളെ ആഖിറത്തിൽ ആ കടം അള്ളാഹു വീട്ടിക്കൊടുക്കുമെന്നാണ്. കാരണം അവന്റെ ഹൃദയത്തിൽ ഒരു നിയ്യത്തുണ്ട്, ഇതെങ്ങനെങ്കിലും വീട്ടണം, കടമില്ലാത്ത ജീവിതമാണ് എനിക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹു സാമ്പത്തികമായ ഇടപാടുകളിൽ ഇത്രമാത്രം സൂക്ഷ്മത പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ തങ്ങളുടെ ജീവിതത്തിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം ഈ കാര്യം ശ്രദ്ധിക്കാനും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.